ഹലോ ഫ്രണ്ട്സ്, നിക്സ് ഫാമിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെറുതേനീച്ച കോളനി വന്നുകൂടിയ ഒരു കാർട്ടൺ ബോക്സ് ഇളക്കി നമ്മളൊരു പുതിയ കൂട്ടിലേക്ക് മാറ്റുകയാണ്. ഇത് നമ്മുടെ അടുത്തുള്ള വീട്ടിൽ ഉള്ള ഒരു കോളനിയാണ്. ഇങ്ങനെ ഒരു കോളനി കണ്ടപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് നമ്മൾ പോയി ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് നിറയെ തേനടയുള്ള ഒരു ശക്തമായ കോളനിയാണ്. ഇത് ഏകദേശം അത്യാവശ്യം 2-3 വർഷം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. കാരണം ആ രീതിയിൽ തേനുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ ആദ്യത്തെ ആ ഒരു മുകളിൽ ഭാഗത്തായി കാണാൻ കഴിഞ്ഞത് നിറയെ തേനടകളാണ്. ചെറുതേനീച്ച കോളനി സേഫായിട്ടൊരു സ്ഥലം കിട്ടിയാൽ, വെയിലും മഴയും കൊള്ളാത്ത ഒരു സ്ഥലം കിട്ടിയാൽ അവിടെ വന്ന് കൂട് വെക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. കാർട്ടൺ ബോക്സിൽ കൂട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ബോക്സ് താഴേക്ക് കട്ട് ചെയ്തു. തേനും പൂമ്പൊടിയും മുട്ടയും എല്ലാം താഴെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഈ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിൻ്റെ അകത്തെല്ലാം തേനീച്ച അതിൻ്റെ മെഴുകും അതുപോലെ മുട്ടയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുട്ട ഇപ്പോൾ സേഫായിട്ട് പുറത്തെടുക്കണം. ആദ്യം നമ്മൾ റാണിയെ നോക്കി, പക്ഷേ റാണിയെ കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ നമുക്ക് ആയിരിക്കുന്ന പുതിയ മുട്ടയും പഴയ മുട്ടയും സേഫായിട്ട് ആ ഒരു പുതിയ ബോക്സിലേക്ക് മാറ്റണം. ഈ കാണുന്ന ബ്രൗൺ കളറിലുള്ള പുതിയ മുട്ടയാണ്. അതിനടിയിലായി മഞ്ഞ കളർ കാണുന്നത് അതിൻ്റെ പഴയ മുട്ടയാണ്. അപ്പോൾ ഈ മുട്ടകളെല്ലാം നമ്മൾ സേഫായിട്ട് പുതിയ ബോക്സിലേക്ക് മാറ്റുകയാണ്. ആ കാണുന്ന ബെൻഡ് പൈപ്പിനകത്തെല്ലാം ചെറുതേനീച്ചയുടെ മുട്ടയാണ്. അതെല്ലാം സേഫായിട്ട് നമുക്ക് കൂട്ടിലേക്ക് മാറ്റും. മാക്സിമം നമ്മളിങ്ങനെ മുട്ട എടുക്കുമ്പോൾ ഉടയാതെ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ കൈ പിടിച്ച് ഞെരിക്കുമ്പോഴത് ഉടഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ പൈപ്പിൻ്റെ അകത്തുള്ള മുട്ടകളെല്ലാം മാക്സിമം നമ്മൾ ഞെരുങ്ങാണ്ട് ഉടയാണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ കോളനിയിൽ കണ്ടു കിട്ടുമ്പോൾ നമ്മൾ മുട്ട എടുക്കുമ്പോൾ മാക്സിമം അത് ഉടയാണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ റാണി നഷ്ടപ്പെടാണ്ട് റാണിയെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇതുവരെ റാണിയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ സ്പൂൺ ഉപയോഗിച്ച് ആ പൈപ്പിൻ്റെ അകത്തുനിന്ന് മുട്ടയെല്ലാം പുറത്തേക്ക് എടുക്കുകയാണ്. വളരെ സേഫായിട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ആ പൈപ്പിൻ്റെ അകത്ത് ഒരുപാട് ഈച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും നമ്മൾ സേഫായിട്ട് കൂട്ടിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഈച്ചകൾ ചത്തുപോകും നമ്മളിങ്ങനെ അവരുടെ കോളനി നശിപ്പിച്ച് നമ്മളൊരു കൂട്ടിലേക്ക് മാറ്റുമ്പോൾ. നമുക്ക് എല്ലാ ഈച്ചകളെയും രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. എന്നാലും പരമാവധി ഈച്ചകളെ നമ്മൾ പുതിയ കൂട്ടിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. നല്ല ശക്തമായിട്ടൊരു കോളനി ആയിരുന്നു. അത്യാവശ്യം പുതിയ മുട്ടയും പഴയ മുട്ടയൊക്കെ ഉള്ള കോളനിയാണ്. അതിലെല്ലാം നിറയെ തേനീച്ചയാണ്. അതിനെല്ലാം നമുക്ക് ആ കൂട്ടിലേക്ക് ഇടാം. അതിനോടൊപ്പം നമുക്ക് ആ കൂട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് മെഴുകും അതുപോലെ പൂമ്പൊടിയും ആ കൂട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ റാണിയെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ റാണിയെ നമ്മളിപ്പോൾ സേഫായിട്ട് കൂട്ടിലേക്ക് കയറ്റാൻ പോവുകയാണ്. റാണി കിട്ടുമെന്ന് പ്രതീക്ഷയല്ല, പക്ഷേ റാണിയെ പെട്ടെന്ന് കണ്ടെത്തി. ഇതാണ് റാണി നമ്മൾ സേഫായിട്ട് മുട്ടകൾക്ക് മുകളിലേക്ക് വിടുകയാണ്. അപ്പോൾ റാണിയെ കിട്ടിയതുകൊണ്ട് ഈ കൂട് നമുക്ക് 100% വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. റാണി മുട്ടയൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇതിൽ. ഇപ്പോൾ നമുക്ക് റാണിയെ കിട്ടി. റാണി മുട്ട കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് ഈ കൂട് വിഭജിക്കാനായിട്ട് സാധിക്കില്ല. ഒരു സിംഗിൾ കോളനിയായിട്ട് തന്നെ വെക്കാനേ പറ്റുള്ളൂ. വേറെ റാണി മുട്ടയൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ കൂട് അടച്ച് നമ്മൾ സെല്ലോ ടേപ്പ് കൊണ്ട് ഭദ്രമായിട്ട് ഒട്ടിക്കണം.
അല്ലെങ്കിൽ ഉറുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടിൻ്റെ എൻട്രൻസിലായിട്ട് നമ്മൾ ഇവരുടെ തന്നെ കുറച്ച് മെഴുക് വെച്ച് ഈ കാട്ടൺ ബോക്സ് എവിടെ ഇരുന്ന് അവിടെ തന്നെ കൊണ്ട് വെക്കണം. അപ്പോൾ പുറത്ത് പറന്ന് നടക്കുന്ന ഈച്ചകൾക്കല്ല ഈ മെഴുകിൻ്റെ മണം വെച്ച് ആ കൂട്ടിലേക്ക് വന്ന് കയറുന്നതായിരിക്കും. 1-2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഈ കൂട് സേഫായിട്ട് ഒരു പ്ലേസിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.